അങ്കമാലി ഇടവൂർ ഇടവക അംഗമായ സിസ്റ്റർ പ്രീതി മേരി, അതേപോലെ തന്നെ തലശ്ശേരി ഉദയഗിരി ഇടവക അംഗമായ വന്ദന ഫ്രാൻസിസ്, സിസ്റ്റർ വന്ദന ഫ്രാൻസിസ്, ഈ രണ്ട് കന്യാസ്ത്രീകളെ അവരെ അകാരണമായി അവരെ ഛത്തീസ്ഗഡിൽ അറസ്റ്റ് ചെയ്തു. എന്താ കാര്യമെന്ന് ചോദിച്ചാൽ അവർക്കും അറിയത്തില്ല. അവർ ചെയ്ത ഒരു കാര്യം ഒരു നല്ല കാര്യം ചെയ്ത്, കാരണം അവർ എല്ലാവർക്കും ഉപയോഗം വരുന്ന ഒരു കാര്യമാണ്. അവർക്കും ഉപകാരം ഉണ്ടാവും, ഈ പറയുന്ന 3 പെൺകുട്ടികൾക്കും ഉപകാരം ഉണ്ടാവും. ഈ 3 സ്ത്രീകളെ അവർ പ്രായപൂർത്തിയായവരാണ്. അവർ ഈ ഛത്തീസ്ഗഡ് നിവാസികളാണ്. അവിടുത്തെ നാരായൺപൂർ എന്ന് പറയുന്ന സ്ഥലത്തെ നിവാസികളാണ്. ഒന്നുമില്ല, പട്ടിണിയും പരിവട്ടമായിട്ട് കഴിഞ്ഞവരാണ്. അവിടെ ഒരു സംസ്കാരം ലേശം അങ്ങോട്ട് തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത ഒരു സ്ഥലം. അവിടെ നിന്ന് അവരെ കൊണ്ടുപോയിട്ട് ആഗ്രയിലെ ആശുപത്രിയിൽ അവർക്കൊരു ജോലി കൊടുക്കാം. ജോലിയും കൊടുത്തിട്ട് അവരെ അവിടെ തന്നെ ആശുപത്രിയിൽ അവിടെ പഠിപ്പിച്ച് അവരെ നേഴ്സിംഗ് ജോലിയും കൂടെ പഠിപ്പിക്കാം എന്നുള്ള ധാരണയിലാണ് കൊണ്ടുപോകുന്നത്. അവർക്ക് എന്തായാലും പട്ടിണി മാറി കിട്ടും, വീട്ടിൽ അയച്ചു കൊടുക്കാനുള്ള ശമ്പളവും കിട്ടും, രക്ഷപ്പെട്ടു പോയനെ. അപ്പോൾ അത് നമ്മുടെ ബജ്രംഗദൾ പ്രവർത്തകർക്ക് അതങ്ങോട്ട് സൂചിച്ചില്ല കേട്ടോ. അവിടെ ജ്യോതി ശർമ്മ എന്ന് പറയുന്ന ഒരു സ്ത്രീ ഉരുണ്ട് കൊഴുത്തിരിക്കുന്നതാണ്. അത് ഇങ്ങോട്ട് വന്നിട്ട് ഇവരെ കൂടെ ഒപ്പം ഉണ്ടായിരുന്ന ഒരു സഹോദരനെ കേട്ടോ, അയാൾ ഒരു പുരുഷനാണല്ലോ, ഒരു ചെറുപ്പക്കാരനാണ്. അയാളെ എല്ലാവരുടെയും കൺമുറ്റി നിർത്തിയിട്ട് അയാളെ കവിളത്തടിക്കുക. ഈ സ്ത്രീ എന്ത് അഹങ്കാരിയാണെന്നൊന്ന് ആലോചിച്ച് നോക്കിയുള്ളൂ. എന്നിട്ട് എന്താ, അത് പോരാ അടിച്ചിട്ട് ഇപ്പോൾ പോലീസുകാരെ നോക്കിക്കുക. കാരണം പോലീസുകാരൊക്കെ അവർ ആജ്ഞാനവർത്തികളാണ്. കാരണം BJP ഭരിക്കുന്ന സംസ്ഥാനമാണല്ലോ, NDA ഭരിക്കുന്ന സംസ്ഥാനമാണ്. ബജ്രംഗദൾ എന്ന് പറയുന്ന അവരുടെ ആളാണ്. അല്ലെന്ന് അവർ പറയത്തില്ലല്ലോ. BJPക്കാർക്ക് പറയാൻ പറ്റുമോ ഈ ബജ്രംഗദളിൽ ഞങ്ങൾ കൂടെ കൂട്ടിയിട്ടില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെ കവളത്തടിക്കൂ. അത് കഴിഞ്ഞിട്ട് അത് പോരാ എന്ന് തോന്നിയിട്ട് അവൻ്റെ കഴുത്തിന് ഊത്തിപ്പിടിച്ച് അവിടെ നിർത്തി വെക്കുക. അയാൾ ഇളിഭ്യനായിട്ട് ഇങ്ങനെ വിഷമിച്ച് അവിടെ നിൽക്കുക. ആ മനുഷ്യൻ ഇതുപോലെ ഒരു പുരുഷനെ ഉപദ്രവിക്കുക, പുരുഷനായാലും സ്ത്രീ ആയാലും ശരി, പബ്ലിക്കിൽ, പ്രത്യേകിച്ച് പുരുഷന്മാരെ ഒന്ന് ആലോചിച്ച് നോക്കുക, ഒരു സ്ത്രീ ഇതുപോലെ ആക്രമിക്കുക, ഇതുപോലെ ഉപദ്രവിക്കുക എന്ന് പറയുന്നത്, ഇത് ചിലപ്പം ഇവരുടെ സംസ്കാരത്തിന് ഇതായിരിക്കും വേണ്ടത്. എനിക്കത് ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം, അതായിരിക്കും അവരുദ്ദേശിച്ചേക്കുന്ന സംസ്കാരം. എന്നിട്ട് അവിടെ ഒരുത്തൻ ഒരു ഇത് ലോഹയൊക്കെ ഇട്ടുകൊണ്ട് നിന്ന്, ഒരു കാഷായ വസ്ത്രവും ഇട്ടുകൊണ്ട് നിന്നിട്ട് ഭാരത് മാതാ കി ജയ്, ഈ കർണക്കുറ്റി കഴിക്കുന്നതിനെ ഭാരത് മാതാ കി ജയ്. ഇത് ഈ ഭാരത് മാത എന്ന് പറയുന്നത് എന്തോ അവൻ്റെയൊക്കെ സ്വന്തമാണോ? ഈ ഭാരത് മാത എന്ന് പറയുന്നത് എല്ലാവരുടെയും അല്ലേ, ഭാരതത്തിലുള്ളവരുടെ എല്ലാം അല്ലേ ഭാരത് മാത? എൻ്റെ നിങ്ങളുടെയൊക്കെയാണ് ഭാരത് മാത. അപ്പം ഇത് ഭാരത് മാതാ കി ജയ്, അതിനായിരിക്കും ഈ കർണക്കുറ്റിക്ക് അടിക്കുക. എന്നിട്ട് ഇവരുടെ പേർക്ക് കേസ് രജിസ്റ്റർ ചെയ്യുക. കേസ് രജിസ്റ്റർ പോലീസുകാർ അവിടെ വന്ന് നിൽക്കുക. പോലീസുകാർ നിന്നുകൊണ്ടാണ് ഈ കഴുത്തിന് കുത്തിപ്പിടിക്കുന്നതും ഇതൊക്കെ ഈ സ്ത്രീ ചെയ്യുന്ന ഈ അട്രോസിറ്റീസ് എല്ലാം ചെയ്ത് ഇവരെ ഇത്രയും ഉപദ്രവിക്കുകയും അവഹേളിക്കുകയും ഈ ഇവരുടെ ഈ കന്യാസ്ത്രീകളെ ആണെങ്കിൽ ഇഷ്ടമാതിരി തെറി പറയുക, ഉപദ്രവിക്കുക, ഇതൊക്കെ ചെയ്യുകയാണ്. ഇതെല്ലാം കണ്ടുകൊണ്ട് ഈ പോലീസുകാർ നോക്കിയിരിക്കുക കേട്ടോ. അവർക്ക് അതൊരു സുഖം. പോലീസുകാർക്ക് അത് പ്രശ്നമായി. അത് കണ്ടില്ലെന്ന് അടിക്കുന്ന പോലെ ഏതാണ്ടങ്ങ് എഴുതുക. അയാൾ IAS പഠിക്കുന്ന വഴി ആ ഒരു പോലീസുകാരിൽ നിന്ന് എഴുതുന്ന ബോണറ്റിലോട്ട്, വണ്ടിയുടെ ബോണറ്റിലോട്ട് ബുക്കും വെച്ചിട്ട് എഴുതി അവസാനം കേസെടുത്തു. ഇന്ത്യൻ പീനൽ കോഡ്, അതായത് നമ്മുടെ ഇപ്പോഴത്തെ BNS-ലെ 143-ാം വകുപ്പ്, അതായത് അത് ഹ്യൂമൻ ട്രാഫിക്കിംഗ് ആണ്. ട്രാഫിക്കിംഗ് എന്നാണ്, ഒരു പേഴ്സൺ, ഒരു വ്യക്തിയെ ട്രാഫിക്കിംഗ് നടത്തുക. എന്താണ് ട്രാഫിക്കിംഗ് അത് ഈ പറയുന്നുണ്ട്, ഞാനത് വിശദമായിട്ട് പറയുന്നില്ല. അതായത് മനുഷ്യക്കടത്ത്. അതിന് ശിക്ഷ എന്താണെന്നറിയോ? ഒരാളെ കടത്തിയാൽ, കുട്ടികളല്ല പ്രായപൂർത്തിയായവരെ ഒരാളെ കടത്തിയാൽ അതിന് 7 വർഷം വരെ കഠിന തടവും അത് കൊടുക്കാം. 7 വർഷം ഏറ്റവും കുറഞ്ഞതും 10 വർഷത്തിന് താഴെയും ഉള്ള കഠിന തടവ് കൊടുക്കാം. അതേപോലെ ഒന്നിലധികം പേരെ ഈ ഹ്യൂമൻ ട്രാഫിക്കിംഗ് നടത്തിയാൽ അതിനുള്ള ശിക്ഷ എന്ന് പറയുന്നത് 143(3) ആ 143(3) അനുസരിച്ച് അതിൻ്റെ ഏറ്റവും കുറഞ്ഞ ശിക്ഷ എന്ന് പറയുന്നത് 10 വർഷമാണ്. അത് ലൈഫ് ഇംപ്രിസൺമെൻറ്റ്, ജീവപര്യന്തം തടവ് വരെ കൊടുക്കാം. അപ്പോൾ ഇത് അങ്ങ് ആരോപിച്ചിട്ട് ഇതിനെന്താണെന്ന് പറയുക, നോൺ ബെയിലബിളാണ്, ഇത് കോഗ്നിസബിളാണ്, നോൺ ബെയിലബിളാണ്, എന്നിട്ട് ജാമ്യം കിട്ടുകയില്ല. അപ്പോൾ ഇത് ഈ സെഷൻസ് കോടതിയിലാണ് ഇതിന് ട്രയൽ നടത്തേണ്ടത്. അപ്പോൾ ആ രീതിയിൽ ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ ആരോപിച്ച് ഇവരുടെ പേര് FIR രജിസ്റ്റർ ചെയ്യുകയാണ്.
എന്നിട്ട് അത് മാത്രമോ ഇത് മാത്രവുമല്ല, ഈ മതം മാറ്റം, അതായത് മതപരിവർത്തന നിരോധന നിയമം, അതിൻ്റെ വകുപ്പ് അനുസരിച്ചും കൂടെ കേസെടുത്തിട്ടുണ്ട്. ഇതും കൂടെ അങ്ങ് ചേർത്തു. ഈ ആഗ്രയിൽ കൊണ്ടുപോയത് മതം മാറ്റാനാണ് കൊണ്ടുപോകുന്നത്. ആഗ്രയിൽ കൊണ്ടുപോയത് ഇവരെ ആഗ്രയിൽ കൊണ്ടുപോയി എന്ത് സംഭവിക്കും എന്നുള്ളതാണ്. 2 സിസ്റ്റേഴ്സാണ് ഈ സ്ത്രീകളെ കൊണ്ടുവന്നത്. അപ്പോൾ അവർ സ്ത്രീകളാണ് അവർ കൊണ്ടുവന്നത്, അല്ലേ? അവർ കന്യാസ്ത്രീകളാണെന്നുള്ള ഒരൊറ്റ കുഴപ്പമേ അവർക്കുള്ളൂ. അവർ കൊണ്ടുപോവാണ്. അവർ ഈ സ്ത്രീകളെ കൊണ്ടുപോയി എന്ത് ചെയ്യാനാണ്? അവിടെ ജോലിക്ക് കൊണ്ടുപോവാണ്. ഇനി ഞാൻ ചോദിക്കട്ടെ, അപ്പോൾ അതിന് പറയുന്ന ഓരോ ന്യായങ്ങളുണ്ട് കേട്ടോ. അവരുടെ കയ്യിൽ രേഖകളിൽ എന്തോന്ന് രേഖയുണ്ട്? ശങ്കരാടിയുടെ കയ്യിലുള്ള രേഖയാണോ വേണ്ടത്? എന്തോ രേഖയാണ് വേണ്ടത്? അവർക്ക് തിരിച്ചറിയൽ കാർഡുണ്ട്. അവരുടെ അമ്മ, ഈ പെൺകുട്ടികളുടെ അമ്മ എഴുതി കൊടുത്തേക്കുന്ന അധികാരപത്രം കൊണ്ടുപോകാൻ അവർ സമ്മതിച്ചാണെന്ന് ഇതൊക്കെ ഉണ്ട്. ഇത് കണ്ട് ഭയന്ന് ഒരു പെൺകുട്ടിയെ കൊണ്ട് ഇത് ഭയപ്പെടുത്തി മൊഴി മാറ്റിച്ചു. അവർ അറിയാൻ വയ്യാതെ ആഗ്രഹം കൊണ്ടുപോകാമെന്ന് അല്ല, പറഞ്ഞുകൊണ്ടല്ല കൊണ്ടുവന്നത്, അല്ലാതെ കൊണ്ടുപോയതാണെന്ന് പറഞ്ഞു. മനസ്സിലായില്ല? ഇങ്ങനെയുള്ള പണികളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നവർ. ഇതുപോലെ ചെയ്തു. ഭയന്ന് പറയുന്നതാണ്. അവർക്ക് ഒരു മാർഗമില്ലാതെ ആ പെൺകുട്ടികൾ ഭയന്ന് നിൽക്കുകയാണ്. നമുക്ക് കണ്ടറിയാം, അതിൻ്റെ വിഷ്വൽസ് കണ്ടറിയാം. അപ്പോൾ ഇനി ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്തോന്നറിയോ? ഇവർ ഈ ജ്യോതി ശർമ്മ എന്ന് പറയുന്ന ഈ സ്ത്രീയും ഈ ബജരംഗ ദൾ പ്രവർത്തകരും അവരാരെയാണ് ഇതിനകത്ത് നടപടിയെടുക്കാൻ? ഇവരാരാണ്? ഇവരെന്തോ പോലീസ് ഉദ്യോഗമുണ്ടോ ഇവർക്ക്? പോലീസ് കേസെടുക്കേണ്ടതിന് പോലീസ് റിപ്പോർട്ട് ചെയ്താൽ മനസ്സിലാവും. ഒരു മനുഷ്യനെ സമൂഹത്തിൽ നിർത്തിയിട്ട് പരസ്യമായിട്ട് അധിക്ഷേപിക്കാൻ അവളുടെ പേരിലല്ലേ കേസെടുക്കേണ്ടത്? ആദ്യം അവളുടെ പേര് കേസെടുക്കണം. അതാ ചെയ്യേണ്ടത്. അത് ചെയ്യുന്നോ? ഇല്ല. അപ്പോൾ അവിടുത്തെ മുഖ്യമന്ത്രിയൊക്കെ പറയുന്നത് എന്താണെന്നറിയോ? മതപരിവർത്തനം എന്നങ്ങ് എങ്ങനെ ആരെന്തോ പരിവർത്തനം നടത്തി. മാത്രമല്ല പറയപ്പെടുന്ന ഇവർ ക്രിസ്തീയ വിശ്വാസികളാണെന്നും പറയപ്പെടുന്നുണ്ട് ഈ സ്ത്രീകൾ. എനിക്കറിയില്ല അതിനെക്കുറിച്ച്. ആ വാർത്തകൾ അത് സ്ഥിരമായിട്ട് അത് ശരിയായി വ്യക്തമാക്കാതെ എനിക്കത് പറയാൻ പറ്റുന്നില്ല. ഇനി ആണെങ്കിലും അല്ലെങ്കിലും ആയിക്കോട്ടെ. അല്ല, അവർ ഹിന്ദു വിശ്വാസികളാണെന്ന് തന്നെ ഇരിക്കട്ടെ. ഹിന്ദു മതവിശ്വാസികളാണെങ്കിൽ പോലും അവർ മതപരിവർത്തനം നടത്തുന്ന എന്തെങ്കിലും ഒരു തെളിവ് വേണ്ടേ? അതിന് മതപരിവർത്തനം നടത്താനല്ലെന്ന് ഇവർ തെളിവ് കൊടുക്കണം. ചേട്ടാ, എങ്ങനെ തെളിവ് കൊടുക്കുന്നത് അവർ? ഇപ്പം നെഗറ്റീവ് എവിഡൻസ് ഒരാൾക്ക് കൊടുക്കാൻ പറ്റുമോ? ഇപ്പം കന്യാസ്ത്രീകളെ ഇവരെ മതപരിവർത്തനം നടത്താനാണ് കൊണ്ടുവന്നതെന്ന് പറഞ്ഞാൽ അതിനെന്തെങ്കിലും തെളിവ് പ്രോസിക്യൂഷൻ കൊടുക്കണം, പോലീസ് കൊടുക്കണം, ഹാജരാക്കണം. അല്ലേ ഇവർ ഈ ബജറംഗ ദൾ എന്ന് പറയുന്ന ആളുകളില്ലയോ, ഹിന്ദുക്കളെ എല്ലാം ഉണ്ടാക്കാൻ നടക്കുന്നത്, അവർ കൊടുക്കണം. പക്ഷേ അതിന് പകരം കന്യാസ്ത്രീകൾ അവരെന്തോ തെളിവ് കൊടുക്കും? ഞങ്ങൾ മതപരിവർത്തനത്തിന് അല്ലെന്ന് അവരെങ്ങനെ തെളിവ് കൊടുക്കുന്നത്? അതല്ലേ വേണ്ടത്? അത് കൊടുക്കണം. ഇനി അവർ തെളിവ് കൊടുക്കണം പോലും വന്നത്. പിന്നെ ഇത് അതുപോലെ തന്നെ ട്രാഫിക്കിങ് എന്ന് പറഞ്ഞ് ഇത് അവർ സോമനശാലയിൽ പോകുന്ന ഇവർക്ക് എങ്ങനെയാണ് ട്രാഫിക്കിങ് ഉണ്ടാവുന്നത്? അപ്പോൾ ഇതിന് ഇപ്പോൾ വേണ്ടത് നമ്മുടെ BJPക്ക് അത് വലിയൊരു പ്രശ്നമായിട്ട് മാറി. ഇതിവിടെ കേരളത്തിൽ ഇവരിങ്ങനെ പ്രീണിപ്പിച്ചുകൊണ്ടിരിക്കുകയല്ലേ. കാരണം ഈ ക്രിസ്തീയ സമൂഹത്തെയും മുസ്ലിം സമൂഹത്തെയും എങ്ങനെ അകറ്റാം എന്നുള്ള റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുക അവർ BJP NDA. അതിൻ്റെ കാരണം എന്താ? അവർക്ക് കുറേ വോട്ടിലേക്കുള്ള നോട്ടമാണ്. ഇവരുടെ കയ്യിൽ നിന്നുള്ള വോട്ട് വാങ്ങാം, ക്രിസ്തീയ സമൂഹത്തിൻ്റെ വോട്ട് വാങ്ങിയെടുക്കാനുള്ള ഒരു പരിപാടി. അതിന് കുറേ അച്ഛന്മാരും ബിഷപ്പുമാരും ഇറങ്ങിയിട്ടുണ്ട്. ഈ പാംപ്ലാനി എന്ന് പറയുന്ന ഒരാളുണ്ടല്ലോ, പാംപ്ലാനിക്ക് ഒറ്റ കാര്യമുള്ളൂ. ബിഷപ്പ് പാംപ്ലാനിക്കുള്ള ആവശ്യം മാർ ജോസഫ് പാംപ്ലാനിക്ക് ഉള്ള ആവശ്യം എന്ന് പറഞ്ഞാൽ റബ്ബറിന് 300 രൂപ ആയാൽ മതി കിലോയ്ക്ക്. എന്നാൽ പിന്നെ കുഴപ്പമില്ല, എന്നാൽ പിന്നെ നല്ലതാണ്. വേറെ ഒരാൾ കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി പറഞ്ഞ എന്താണ്? നരേന്ദ്രമോദിയുടെ കീഴിൽ ക്രിസ്തീയ സമൂഹം വളരെ സുരക്ഷിതമാണെന്നാണ്. ആ സുരക്ഷിതത്വമാണ് ഇപ്പോൾ കാണുന്നത്. അവിടെ കൊണ്ടിട്ട് അടിക്കുന്നത് നോർത്ത് ഇന്ത്യയിൽ ഇത് സ്ഥിരമാണ്. എവിടെ ഇറങ്ങിപ്പോയാലും അടിക്കും. ആ 2 സഹോദരിമാളെ സിസ്റ്റേഴ്സ് പറയുന്നത് ഒന്ന് കേൾക്കണം. തിരുവസ്ത്രം ഇട്ടുകൊണ്ട് അവിടെ ഇറങ്ങി നടന്നാൽ പോലും അവരെ ഉപദ്രവിക്കുകയാണ്. അവർക്കതിനുള്ള അവകാശമില്ലേ? മതത്തിൽ വിശ്വസിക്കാനുള്ള അവകാശം എന്ന് പറയുന്നത് എല്ലാവർക്കും ഉള്ളതാണ്. ഓരോ പൗരൻ്റെ അവകാശമാണ്. ആർട്ടിക്കിൾ 25 ഭരണഘടനയുടെ. അതനുസരിച്ച് ഫ്രീഡം ടു പ്രാക്ടീസ്, പ്രൊഫസ് ആൻഡ് പ്രൊപ്പഗേറ്റ് റിലിജിയൻ ആണ്. അത് ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാം, അത് കൊണ്ടുനടക്കാം, അത് പ്രചരിപ്പിക്കാം. അതിനുള്ള അവകാശം പൗരന്മാർക്കുണ്ട്. ആ പ്രചരണം കേട്ടുകൊണ്ട് ഒരാൾ മതത്തിൽ ചേരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുഴപ്പമൊന്നുമല്ല. അവരെ നിർബന്ധിക്കുന്നതോ അവരെ ബന്ധപ്പെടുന്നതോ അല്ലെങ്കിൽ പണം കൊടുക്കുന്നതോ ഒന്നും അവരിത്. അപ്പം ഇത് യഥാർത്ഥത്തിൽ ഈ ഒഫൻസ് ഒന്നും നിലനിൽക്കാത്ത ഒഫൻസുകളാണ്. പക്ഷേ ഇതങ്ങ് ആരോപിച്ചേക്കാണ്. എന്ത് ചെയ്യാനൊക്കും? അവർക്ക് ആ സ്ത്രീകൾക്ക് ജാമ്യവും കിട്ടത്തില്ല, ബുദ്ധിമുട്ടുമാണ്. ആ കന്യാസ്ത്രീകൾ, സഹോദരികൾ അവർ കഷ്ടപ്പെടുകയാണ്.
ഇനി അന്നേരമാണ് ഇവിടെ ഏതായാലും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് നമ്മുടെ ഈ ഓർത്തഡോക്സ് തൃശ്ശൂർ ഓർത്തഡോക്സ് സഭയുടെ ഉണ്ടല്ലോ, അവിടുത്തെ ഭദ്രാസനാധിപൻ ആയിട്ടുള്ള യുഹനാൻ മാർക്സ് മിലിത്തിയോസ് തിരുമേനി, അദ്ദേഹം മെത്രോപോലിത്ത, അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു കേട്ടോ. പരിഹാസ രൂപേണയാണ്, എന്നാലും അത് നല്ല ശരിയായിട്ടാണ് പറഞ്ഞതെന്ന് പറഞ്ഞാൽ, എന്തിനാ പ്രതിഷേധിക്കുന്നത്? ഡൽഹി ഒന്നുകൂടെ കൊണ്ടുപോയി ഒന്ന് ആദരിച്ചാൽ പോരെയെന്ന് കേട്ടോ. ഡൽഹി വിളിച്ച് ആദരിച്ചതിനാണ് അദ്ദേഹം പറയുന്നത് കേട്ടോ. ഇത് ഇവിടെ ഈ മാതാവിന് കിരീടം കൊണ്ട് നടക്കുന്ന ആളുകളുണ്ടല്ലോ. നമ്മുടെ സുരേഷ് ഗോപി ഈ മാതാവിന് കിരീടം കൊണ്ട് നടക്കുന്ന ആളൊന്നും പറയണ്ട. ഇതൊന്നും അല്ല. ഇവിടുത്തെ കന്യാസ്ത്രീകളെന്ന് പറഞ്ഞാൽ ഇവർ പാവങ്ങളാണ്. അവർ നല്ല രീതിയിൽ അവർ നല്ല പ്രവർത്തനങ്ങളാണ് നടത്തുന്നത്, സമൂഹത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് അവർ നടത്തുന്നത് എന്ന് പറയാൻ സുരേഷ് ഗോപിയുടെ നാവ് പൊതിയിട്ടുണ്ടോ ഇതുവരെ? ഇല്ലല്ലോ. മൗനം. വായി എന്തോ പൂച്ച വിറ്റ് കിടക്കണോ? അടുത്തത് ജോർജ് കുര്യൻ എന്ന് പറയുന്ന ഒരു മന്ത്രി ഉണ്ടല്ലോ. പിന്നെ ജോർജ് കുര്യനെ ആരും പ്രതീക്ഷിക്കണം, കാരണം ഇവിടുന്ന് ആരും വോട്ട് കൊടുത്തൊന്നും കൊണ്ടുപോയതൊന്നുമല്ല. അദ്ദേഹത്തിനെ BJP അവിടെ രാജ്യസഭ അംഗമായിട്ട് മത്സരിപ്പിച്ച് ജയിപ്പിച്ചെടുത്തതാണ്. അതുകൊണ്ട് അത് കാര്യമൊന്നുമുള്ളതല്ല. എന്നാലും ജനങ്ങളോട് പ്രതിബദ്ധത. എന്നാലും ഈ പള്ളി കയറി നടക്കുന്ന ആളാണെന്നാണ് പറയപ്പെടുന്ന ഇയാൾ കേട്ടോ. ഒരക്ഷരം അയാൾ മിണ്ടുന്നു. അയാൾ ചോദിച്ചപ്പോൾ എന്തോ പറഞ്ഞേ, അത് കോടതി കിടക്കുന്ന കാര്യമായതുകൊണ്ട് അതിനെക്കുറിച്ച് ഇപ്പോൾ പറയാറായിട്ടില്ല എന്നാ പറയുന്നേ. ഇവർ ജയിലിൽ കിടന്ന് മരിച്ചതിന് ശേഷം പറയാൻ പോകുന്നത്. ഇത് പ്രതികരിക്കാൻ, അതായത് ഇത് പ്രതികരണശേഷി ഇല്ലാത്ത ഇതുപോലുള്ള ആളുകളുണ്ടല്ലോ, അവരാണ് ഇതിനെല്ലാം ഇത് റെഡിയാക്കി എടുക്കുന്നത്. ഇതെല്ലാം അതായത് BJPയോട് ചേർന്ന് ഈ മുസ്ലിങ്ങളുമായിട്ടുള്ള വിരോധം അങ്ങ് ഉണ്ടാക്കിയെടുത്തപ്പോൾ എന്താ, ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളെ വിഘടിപ്പിക്കാനുള്ള യഥാർത്ഥ ശ്രമം നടത്തി അതിലേതാണ്ട് വിജയിച്ചതാണ്. അങ്ങനെയാണ് ഈ ജോർജ് കുര്യനും ഒക്കെ കൊണ്ടുപോയേക്കുന്നത്. എന്തിനാ? ഇവിടുത്തെ ആളുകൾക്ക് റെഡിയാക്കി കൊടുക്കാൻ, BJPയായിട്ട് ഉള്ള അടുപ്പം ഉണ്ടാക്കി കൊടുക്കാൻ ക്രിസ്തീയ സമൂഹത്തിന് ഉണ്ടാവട്ടെ. നിങ്ങൾ നടന്ന് അനുഭവിക്കുക. ഇപ്പോൾ കാണുന്നുണ്ടല്ലോ. ഇത് ഞാൻ പറയുന്ന ഒറ്റ കാര്യമുള്ളൂ. ഇത് അവരോട് ചെയ്യുന്നുണ്ടല്ലോ, കണ്ണിച്ചോരയില്ലാത്ത ഒരു കാര്യമാണ് ഈ സഹോദരിമാരോട് ചെയ്യുന്നത്. അവർ 3 പെൺകുട്ടികളെ കൊണ്ടുപോയി ജോലി കൊടുക്കാൻ കൊണ്ടുപോയതാണ്. ആ ജോലി കൊടുക്കാൻ ആരെങ്കിലും ജോലിക്ക്, ഇനി എത്രയോ ബംഗാളികൾ ഇവിടെ വന്ന് ജോലി ചെയ്യുന്നു, ബീഹാറികൾ ഇവിടെ വന്ന് ജോലി ചെയ്യുന്നു, ഒറീസക്കാർ ഇവിടെ വന്ന് ജോലി ചെയ്യുന്നു. അവരൊക്കെ ജോലിക്ക് പോകുമ്പോൾ അപ്പോയിൻമെൻറ്റ് ഓർഡറും കൊണ്ടാണ് വരുന്നത്. ഇവിടെ ആരെ അപ്പോയിൻമെൻറ്റ് ഓർഡർ കൊടുക്കണ്ട ഇവർക്ക്? ഇതിന് അപ്പോയിൻമെൻറ്റ് ഓർഡർ ഇല്ലായിരുന്നു കയ്യിൽ. പിന്നെ അപ്പോയിൻമെൻറ്റ് ഓർഡറും കൊണ്ടാണ് നടക്കുന്നത്. മനുഷ്യന് യാത്ര ചെയ്യണമെങ്കിൽ അപ്പോയിൻമെൻറ്റ് ഓർഡർ വേണം. ഇതൊക്കെ പറയുന്ന, ഇതുപോലെ വിളിച്ചു പറയുന്ന പുലമ്പുന്ന ഈ ആളുകളെ സഹിക്കാൻ പറ്റുമോ? കുറേ ബജ്രംഗതകൾ കുറേ എണ്ണം ഇതുപോലെ അങ്ങ് നടക്കുകയാണ്, ആളുകളെ ഉപദ്രവിക്കാനും ശല്യം ചെയ്യാനും മതസ്പർദ്ധ ഉണ്ടാക്കാനും. ഇതിനെ തടയണം. ഇത് BJP ഭരിക്കുന്ന സംസ്ഥാനമായതുകൊണ്ട് മാത്രമാണ് അവിടെ ഈ കുഴപ്പമുണ്ടാകുന്നത്. അത് ഇപ്പം ഒന്ന് തിരിച്ചറിയണം. ഇത് BJPക്കാരൊന്ന് നന്നായാൽ മതി, വേറെ കുഴപ്പമില്ല. ഞാൻ പറഞ്ഞ എനിക്ക് ഈ രാഷ്ട്രീയത്തിൻ്റെ, എനിക്ക് BJP എടുത്ത് ഒരു വിരോധമല്ലോ. പക്ഷേ ഈ ചെയ്തുകൊണ്ടല്ലോ, ഇത് അവരുടെ മൗലികാവകാശങ്ങൾക്ക് മേലുള്ള നഗ്നമായ കടന്നുകയറ്റമാണ്. അതിനെ ചെറുക്കണം. നമ്മുടെ മത സൗഹാർദ്ദം എന്ന് പറയുന്ന, മതേതരത്വം എന്ന് പറയുന്നത്, അതിന് ഏറ്റവും ഏറ്റ തിരിച്ചടിയാണ് നമ്മുടെ രാജ്യത്ത് ഈ സംഭവം.